സർക്കാരാണ് കൊല്ലണത്. അല്ല എന്നാലും ചോദിക്കുക, പോലീസിനൊരു പങ്കില്ലേ? പോലീസിനൊരു പങ്ക് ഇത് അവന് ഭ്രാന്തായിട്ട് അവൻ കൊന്നു. എന്നാലും അവനുള്ള കഞ്ചാവ് അടിച്ച് അവൻ തോന്നിവാസം ചെയ്തിട്ട് ഇനിയിപ്പോ അവനൊരു ശിക്ഷ കിട്ടോ? പോലീസ് തല്ലിക്കഴിഞ്ഞാല് അന്ന് പറയും ഇന്നാളാണ് അത് കുമ്പഞ്ഞാടിനായിക്കോട്ടെ പോലീസ് അതിക്രമം എന്ന് പറയും. ഒന്നും ചെയ്തില്ലെങ്കിൽ നിഷ്ക്രിയത്വം പറയും. ശരിക്കും ഒരു പേടി തോന്നുന്നുണ്ട്, ഇപ്പൊ ഒരു അരക്ഷിതാവസ്ഥ തോന്നുന്നുണ്ട്. പേടികളുണ്ട്. ചെറുപ്പക്കാരെ കള്ളും കഞ്ചാവും എല്ലാം ഉണ്ട്. അടിച്ചിട്ട് വരുക, പൈസ ചോദിക്കുക, മൃഗങ്ങളൊക്കെ വയ്ക്കുക. ഇപ്പം അതല്ല, ആ ശിക്ഷ വിധിക്കുന്നത് 20 വർഷം കഠിന തടവിന് ശിക്ഷിച്ച് 2 വർഷം കഴിയുമ്പോൾ അത് പരോളും ഇതെല്ലാം കൊടുത്ത് അത് കുറച്ച് 3-4 വർഷം കഴിയുമ്പോൾ ആള് പുറത്ത് പോവുകയാണ് ഇല്ലേ. അവനെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളതും ശരിയായ രീതിയിലുള്ള ഒരു സമീപനം അത് കഠിനമാക്കിയാൽ ഈ ഇതെല്ലാം കുറേയൊക്കെ കുറഞ്ഞു കിട്ടും നമുക്ക്. യാതൊരു സംശയമില്ല കാര്യം. ഒരു കുടുംബത്തിലെ 5 പേരെ നിഷ്കരണം തലക്കടിച്ച് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്ന ചെറുപ്പക്കാരൻ നിർവികാരനായിരിക്കുന്നു. മയക്കുമരുന്നിന് അടിമയാണോ അതേ ഇനി മറ്റെന്തെങ്കിലുമാണോ കാരണം? നിത്യേന ഒരു മരണവാർത്തയെങ്കിലും അത്തരത്തിൽ കേൾക്കാത്ത ദിവസമില്ല. നമ്മുടെ സമൂഹത്തിന് എന്തു പറ്റി? നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്തു പറ്റി? നമുക്കൊന്ന് ചോദിക്കാം. പിള്ളേരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടും. സ്കൂളിലേക്ക് എന്നല്ല, പൊതുവേ നമുക്ക് എവിടെയും നമുക്കൊരു സുരക്ഷിതമില്ലാത്തൊരു തോന്നൽ അങ്ങനെ തന്നെയാണോ? ഉറപ്പായിട്ടും എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കൊണ്ടാക്കിയാലും നമ്മൾ കുട്ടികളെ എക്സ്ട്രാ കരിക്കുലറൊക്കെ പഠിപ്പിക്കുമ്പോഴും ടെൻസ്ഡാണ്. നമ്മളും അവിടെ അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വേണം. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ നമ്മളറിയാതെ നമ്മളോട് അവർക്ക് ഷെയർ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഈ പലതരത്തിലുള്ള ലഹരികളും അങ്ങനെയുള്ള ഒക്കെ വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ അധികൃതരുടെ അനാസ്ഥ എന്ന് തന്നെ പറയാൻ പറ്റുമോ? എല്ലാം അധികൃതർക്ക് മാത്രം നോക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ കുറേയൊക്കെ പാരൻസ് നോക്കണം, ഗവൺമെൻറ് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, ടീച്ചേഴ്സ് എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമം ഉണ്ടെങ്കിൽ അത് തടയാം. നമ്മുടെ കുട്ടികളെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് തന്നെ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. ജുഡീഷ്യറി നല്ലതാണെന്നുണ്ടെങ്കിൽ അത് ശിക്ഷ വിധിക്കുന്നത് കഠിനമാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ആളെ പിന്തിരിയും. ഇന്നിപ്പോൾ അതല്ല, ആ ശിക്ഷ വിധിക്കുന്നത് 20 വർഷം കഠിന തടവിന് ശിക്ഷിച്ച് 2 വർഷം കഴിയുമ്പോൾ അത് പരോളും ഇതെല്ലാം കൊടുത്ത് അത് കുറച്ച് 3-4 വർഷം കഴിയുമ്പോൾ ആള് പുറത്ത് പോവുകയാണ് ഇല്ലേ. അവനെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളതും ശരിയായ രീതിയിലുള്ള ഒരു സമീപനം അത് കഠിനമാക്കിയാൽ ഈ ഇതെല്ലാം കുറേയൊക്കെ കുറഞ്ഞു കിട്ടും നമുക്ക്. യാതൊരു സംശയമില്ല കാര്യം. നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മുടെ ജീവനും സ്വത്തിനും തന്നെ ഒരു സംരക്ഷണം ഇല്ലാന്നൊരു പേടിയാണ്. സംശയമില്ല, എപ്പോഴും എവിടെ വേണമെങ്കിലും എവിടെ വെച്ചും എന്തും സംഭവിക്കാം. 47-48 വയസ്സിലോട്ടേ കിടക്കുകയാണ്. അന്നത്തെ ഒരു കോളേജ് ജീവിതം അല്ലെങ്കിൽ ആ കാലയളവ് എന്ന് പറയുന്നത് കൂടി വന്നാൽ മദ്യം അല്ലെങ്കിൽ തുറന്നു തന്നെ സംസാരിക്കാം, സിഗരറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പാർട്ടി അത്രേ ഉണ്ടാവുള്ളൂ. ഒരു പാർട്ടി അത് ജസ്റ്റ് നമുക്ക് കഴിച്ചിട്ട് വീട്ടിൽ പോകാനാണെങ്കിലും വീട്ടിൽ ചെന്നാൽ അച്ഛൻ പിടിക്കും അമ്മ പിടിക്കും എന്നുള്ള പേടിയുണ്ട്. വായൊക്കെ തൂത്ത് കഴിയുമ്പോൾ കുറേ പേസൊക്കെ എടുത്ത് അറിയാമായിരിക്കുമല്ലോ, എല്ലാവരും ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഇന്ന് സമൂഹത്തിന് മുമ്പിൽ കേട്ടറിഞ്ഞും അല്ലാതെ തന്നെ നമ്മളുടെ കണ്ടറിയുന്ന രീതിയിൽ പറഞ്ഞാൽ സമൂഹത്തിൽ അച്ഛനമ്മ മക്കൾ ഉൾപ്പെടെ നടിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അത് മദ്യമായാലും MDM പോലുള്ള ഡ്രഗ്സിലോട്ട് കടന്നു. അതിപ്പം നമ്മളിപ്പോൾ കേൾക്കും, നിങ്ങളും അറിഞ്ഞു കാണുമായിരിക്കും, നിങ്ങളും എല്ലാം കേട്ടറിഞ്ഞ് നിങ്ങളൊക്കെ അറിയാതിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനും പറയുന്നത്. ഇപ്പം ഫീൽഡിൽ തന്നെയാണെങ്കിലും പലരും ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് വന്നപ്പോഴത്തേക്കും പിള്ളേരുടേതായിട്ടുള്ള അവരുടെ ബ്രെയിനിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള അവർക്ക് തന്നെ ബോധമില്ല. പിന്നെ രാഷ്ട്രീയ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഉന്നതരുടെ വ്യക്തികളൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ അവർക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പം പോലീസുകാർ ഇതിൽ നിഷ്പക്ഷമാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒരു പരിധി വരെ. ബാക്കി മേളിൽ നിന്നുള്ള സർക്കാരിന്ന് വെച്ചാൽ നമ്മൾ രാഷ്ട്രീയം പറയുന്നതല്ല, ഒരു ഭരണം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഭരണത്തിലെ ഒരു വീഴ്ചയല്ലേ എന്നൊരു ചോദ്യം കൂടി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വർഷമായി ഞാൻ ഇതുവരെ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. എനിക്ക് രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യമില്ല, ഇന്നുവരെ വോട്ട് ചെയ്തിട്ടില്ല. അല്ല ഞാൻ വേറെ പറയണം, ഭരണത്തിൻ്റെ ഒരു കാര്യം വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ വളരെയേറെ ഇതിന് ബാധകമാവുന്നുണ്ട്. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നില്ല, ഏത് ഭരണം വന്നെന്ന് പറഞ്ഞാലും ഇതിനെതിരെ ശക്തമായ ഒരു നിലപാട് വേണം. നമുക്ക് പൊതുസമൂഹത്തിൽ അച്ഛനമ്മ മക്കൾ ഇറങ്ങി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വെളിയിൽ നിന്നൊരു വ്യക്തിയായിരിക്കും നമ്മൾ ആക്രമിക്കുന്നുള്ള ഇതാണ്. പക്ഷേ ഇതിപ്പോൾ കുടുംബത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ലഹരിക്കെതിരെ ഊർജിതമായിട്ട് പോലീസ് ലെവലിലും നമ്മളെ ഈ രാഷ്ട്രീയ ലെവലിലുള്ള ആൾക്കാരാണെങ്കിലും സർക്കാർ ലെവലിലും നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലും ഇത് നല്ലൊരു ബോധവൽക്കരണം നടത്തുക. അതിനനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർക്കുക. നമുക്കൊരു അല്ല എന്നാലും ചോദിക്കുക, പോലീസിനൊരു പങ്കില്ലേ? പോലീസിനൊരു പങ്ക് ഇത് അവന് ഭ്രാന്തായിട്ട് അവൻ കൊന്നു. എന്നാലും അവനുള്ള കഞ്ചാവ് അടിച്ച്
അവൻ ഈ തോന്നിവാസം ചെയ്തിട്ട് ഇനിയിപ്പോ അവനൊരു ശിക്ഷ കിട്ടോ? അപ്പൊ ഈ മയക്കുമരുന്നിന്റെ സംഭവം മയക്കുമരുന്ന് സർക്കാരാണ് ഇറക്കണത്. അല്ല, മയക്കുമരുന്ന് പിടിക്കണ്ടേ? അപ്പൊ ഈ സർക്കാരെ കുറ്റം പറയാൻ വേണ്ടി ഈ സാധനം കൊണ്ട് അല്ല, അങ്ങനെയല്ല. അത് എല്ലാ വശവും പറയണ്ടേ? എല്ലാ വശവും പറയണ്ടേ? ഇപ്പൊ ഞങ്ങളുടെ കാര്യം പറയാം. ഞങ്ങൾ ഈ ഓട്ടോ ഓടുന്നത് മീറ്റർ കാശിന് ഓടണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്നലെ സമരം ചെയ്ത് ഇന്നലെ സമരം ചെയ്ത് സർക്കാരിന് കുറ്റം പറയണതാണ് ഞങ്ങള്. ആ വകുപ്പിനാണ് കുറ്റം പറയണത്. വകുപ്പാണെങ്കിൽ ഭരിക്കണ സർക്കാരല്ലേ? വകുപ്പ് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? വകുപ്പ് തീരുമാനിക്കണ കാര്യമല്ല ശരിക്കും. ഈ സ്കൂളുകൾക്ക് മുന്നിൽ മുട്ടായി വിൽക്കുന്നത് പോലെയാണ് ലഹരി സാധനങ്ങൾ വിൽക്കുന്നത്. നമ്മുടെ ഒരു ഭരണകൂടമില്ലേ, ഭരണകൂടത്തിന് അത് കണ്ടുപിടിക്കാനുള്ള ഇതില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം ഉണ്ടാവും, അതായിരിക്കും നിങ്ങൾ അത് മനസ്സിൽ സംസാരിക്കും. കാരണം ചേട്ടനേതായ ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പൊ അത് ചേട്ടൻ പറയും. എല്ലാവർക്കും ഉണ്ട്. കാരണം ഈ ലിക്കർ ഒന്നാം തീയതി നിർത്തലാക്കി അങ്ങനെ ഒരു പരിഷ്കാരങ്ങൾ ഒരിടക്കുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സാധനം കൂടുതലൊക്കെ ഇവിടെ വന്നത്. മദ്യം എന്ന് വെച്ചാൽ കുടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും. മദ്യം മാത്രമല്ല ചേട്ടാ, മദ്യം മാത്രമല്ല, രാസലഹരിയുണ്ട്. മദ്യം നിരോധിച്ചാൽ രാസലഹരി കൂടും. കാരണം മദ്യം ഞാൻ പരിചയം നിനക്ക് മണം വരും, മറ്റൊന്നും അറിയൂല, വീട്ടുകാർ അറിയൂല. അത് കണ്ടുപിടിക്കാൻ മാർഗങ്ങളില്ലേ? സ്വന്തം കുടുംബത്തിന് പറ്റുള്ള പിന്നെ പറയുന്നത് അങ്ങനെ പറഞ്ഞു നമുക്ക് കളയാൻ പറ്റുമോ? എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങൾക്കുണ്ട്. നമ്മുടെ സ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുട്ടികളെ ആദ്യം കുഞ്ഞുങ്ങളെ ആദ്യം നോക്കേണ്ട കുടുംബമാണ്. ഒരു കാര്യം പറയാം, ഒരു കുടുംബത്തില് ബന്ധങ്ങളില്ല, അയൽവക്ക ബന്ധമില്ല, ഒരു ബന്ധവുമില്ല. ഇത് എല്ലാ രാഷ്ട്രീയക്കാരും സർവത്ര രാഷ്ട്രീയമാണ് ഈ പ്രശ്നങ്ങളുടെ കാര്യം. അല്ല, ഞാനൊരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ ചേട്ടൻ പറയുന്നത് ചേട്ടന്റെ രാഷ്ട്രീയമാണ്. വിഷയം. ചേട്ടന്റെ രാഷ്ട്രീയമാണ് ചേട്ടൻ പറയുന്നത്. എനിക്കുമുണ്ട് വ്യക്തമായ രാഷ്ട്രീയം. രാഷ്ട്രീയമാണ് വിഷയം. രാഷ്ട്രീയം. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സ്കൂളിൽ രാഷ്ട്രീയം നിരോധിച്ചു കഴിഞ്ഞപ്പം നിയന്ത്രിക്കാൻ ആളില്ലാണ്ടായി. പണ്ടെന്ന് വെച്ചാൽ ലീഡർമാരുണ്ടായി. ഇതങ്ങനെയല്ല, സ്കൂളിൽ നിന്ന് രാഷ്ട്രീയം ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നം തുടങ്ങി. ചേട്ടാ, ഞാന് സർവ്വബഹുമാനത്തോടെ പറയുക, ഞങ്ങള് കഴിഞ്ഞ അല്പം അന്നൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ രാഷ്ട്രീയം കാലാലയത്തിൽ നിന്ന് മാറ്റിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അല്ല, ഞാനിപ്പോ ഒരു പാരന്റ്, ഒരു കുട്ടി, ഇന്നൊരു പയ്യന് എല്ലാവരും കൂടെ അടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കുട്ടികൾ ഇത്രയും വയലൻസ് ആയോ? നമ്മുടെ കുട്ടികൾ ഇത്രയും വയലന്റ് ആയോ? നമ്മുടെ കുടുംബം തന്നെ വന്നാലും നിങ്ങളുടെ ആരെ സംസാരിക്കണം, എല്ലാവരും മൊബൈലിലാണ്. അത് സർക്കാരെ കൊണ്ട് തരുമല്ല. ആരെ സംസാരിക്കണ വീട്ടില് നമ്മുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേര് നമ്മുടെ മുഖത്ത് നോക്കാൻ നേരമില്ല. ഇല്ല, പിള്ളേര് മൊബൈൽ നോക്കി, ആണായാലും പെണ്ണായാലും. എന്നെപ്പോലെ നമ്മുടെ ഒരു സുഖം, എൻ്റെ ഒരു ചേട്ടച്ചാറുണ്ട്, അയാൾ വെച്ചാൽ പിള്ളേർ എല്ലാവരോടും അടിപൊളിയായിട്ട് സംസാരിക്കും. പ്രായവും ഒന്നും നോക്കൂല, പ്രായമുള്ള ആൾക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയാം, പിള്ളേരോട് അങ്ങനെ സംസാരിക്കാൻ അറിയാം. അയാൾ പറയണം ഞാൻ ഇത്ര ഇതായിട്ട് വരുമാനം പിള്ളേര് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ നോക്കി. അത് പുള്ളിക്ക് ഭയങ്കര സങ്കടം. വളരെ ശരിയാണ്. ഇതിപ്പോ നിങ്ങൾ ഇതിലേക്ക് കൂടെ ഒന്ന് കറങ്ങി നോക്കി, ഒരു ആങ്കൊച്ചിന്റെ മടിയിൽ പെങ്കൊച്ചിരിക്കണേണ്. നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് കുറ്റക്കാരനെ നമ്മളടക്കും, സദാചാരമാവും. അപ്പൊ ആ ലോകമാണിപ്പ. ശരിയാണ്, മനസ്സിലായ? ഞാൻ ഞങ്ങൾ സ്ഥിരം കാണുന്നതാണ് ഇതിന്റെ പുറകിൽ, മെട്രോ സ്റ്റേഷന്റെ പുറകിൽ. എന്താ ചെയ്യാ? അതിപ്പോ എല്ലാം സർക്കാരിനെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. എന്തെങ്കിലും ചെയ്താലും അപ്പം മാധ്യമങ്ങൾ പറയും പോലീസ് ഭീകരരെന്ന് പറയും. മുണ്ടാനിരുന്ന നിഷ്ക്രിയം ഒക്കെ ചെയ്യുന്ന മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളെ പോലും നെറുകെട്ട് പറഞ്ഞില്ല. അതാണ് പ്രശ്നം. രാഷ്ട്രീയക്കാരെക്കാട്ടും നെറുകെട്ട് പറയുമ്പോൾ കുപ്പിക്കും കോഴിക്കാലം വരെ കിടക്കുന്ന ആൾക്കാർ. അതാണ് മെയിൻ പ്രശ്നം. പോലീസുകാർ തല്ലിക്കഴിഞ്ഞാൽ അന്ന് പറയും ഇന്നാളാണ്, അത് ഉമ്മൻചാണ്ടിനായിക്കോട്ടെ പോലീസ് അതിക്രമം എന്ന് പറയും. ഒന്നും ചെയ്തില്ലെങ്കിൽ നിഷ്ക്രിയത്വമെന്ന് പറയും. ഇത് പറയുന്നതൊക്കെ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ കൃത്യമായ അജണ്ടയുണ്ട്. മാധ്യമങ്ങളെല്ലാം കോപ്പറേറ്റീവ്വൽക്കരിക്കപ്പെട്ട്. പണ്ട് മാതൃഭൂമി എന്നൊക്കെ പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ അവർ ആരീത് അന്തസ്സായിട്ട്, ഇപ്പോൾ അത് BJP കരയിലൊക്കെയാണ്. അത് എല്ലാം കോപ്പറേറ്റീവുകളുടെയാണ്. ഏതാണ് ഇവിടെ കോപ്പറേറ്റീവുകളിൽ അത് മാധ്യമമുള്ളത്? ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞങ്ങൾ മനോരമയായിരിക്കുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി എതിരായിട്ട് സംസാരിക്കുന്നവരാണ്. ഇപ്പോൾ 10 രൂപ കൂടുതൽ വാങ്ങി കുറച്ച്, അതാണ് ഞങ്ങളുടെ ആൾക്കാരും വാങ്ങണത്. ഈ മാധ്യമത്തിൻ്റെ അത്ര ഒരു രാഷ്ട്രീയം, ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, പക്ഷേ രാഷ്ട്രീയത്തിനെക്കാട്ടിയൊക്കെ മോശമാണ് മാധ്യമ പ്രവർത്തനം. ഓക്കെ, താങ്ക് യു. ഞാൻ പേര് ചോദിക്കുന്നില്ല. രാവിലെ 8 മണിക്ക് തന്നെയാണ് 400 രൂപ പണിക്കാശായിട്ടില്ല. ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ? ഏത് നേരവും ബ്ലോക്കാണ്. ഞങ്ങളിപ്പോൾ അതും കൂടി പറഞ്ഞിട്ട് തന്നെയാണ് ഈ ലെഫ്റ്റ് സൈഡ്, ഈ മെട്രോ പണിയാൻ കാട്ടിയാൽ ആ ലെഫ്റ്റ് സൈഡിലൊക്കെ ഒന്ന് വീതി കൂട്ടി ആ ലെഫ്റ്റ് ഫ്രീ ആക്കിയിടും. ഒരു മനുഷ്യൻ ചെയ്യൂല. നിങ്ങൾ പറയുന്ന സർക്കാരിന്റെ ഭാഗത്ത് ഒന്നും ചെയ്യുന്നത് ശരിയാവുന്നില്ലെന്ന് അങ്ങനെയൊന്നുമല്ല. സർക്കാർ എന്ത് ചെയ്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞത്? ചേട്ടാ, ഞാൻ ചോദിക്കുന്നത് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം, മയക്കുമരുന്ന് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. മനസ്സിലായോ? ഞാൻ സ്മോൾ പോലും അടിക്കൂല, വീഡിയോ പോലും വലിക്കൂല. അല്ല, എന്നാലുവേ ഈ സ്കൂളുകളിൽ ഇത്രയും മയക്കുമരുന്ന് ഉപയോഗം വരുന്നത് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല? അതൊന്നും നടക്കുന്നില്ല. പിന്നെ പിള്ളേരെ വടിയെടുത്തൊന്നും ശാസിക്കാൻ പറ്റൂല. ഇപ്പൊ അതാണ് മെയിൻ പ്രശ്നം. പിള്ളേരെ വടിയെടുത്തിട്ട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ,
വല്ലാർപടുത്ത് ആ കൊച്ചു പോയിട്ട് നായരമ്പലം വരെയും പോയി സൈക്കിളിന്. ആണാണ് ആ കൊച്ച് അച്ഛനമ്മേരും ഭാഗ്യം ആ ഒരു നിമിഷം ആ കൊച്ച് അയാൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ആ കൊച്ചിന് തോന്നണൊന്ന് ചാടാൻ തോന്നിക്കഴിഞ്ഞാ തീർന്നില്ലേ? അപ്പൊ പിന്നെ എങ്ങനെ നന്നാവും? എങ്ങനെ നന്നാവും? ഇല്ലാത്ത കുടുംബം ഒരു കാര്യം ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത തലമുറ, അതാ പ്രശ്നം. ചെറിയ ഒരു നോ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റാത്ത പിള്ളേരായിട്ട് ഈ തലമുറ മാറി. നമ്മളത്ര നമുക്കൊന്നും തിന്നാൻ പോലും ഉണ്ടായിരുന്നില്ല. നോ നോ എന്ന് പറയുന്നത് നമുക്ക് നോ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പൊക്കെ എന്ത് പറഞ്ഞാലും കൊടുക്കുന്നു. ഒരു നോ പറഞ്ഞാൽ അവൻ തൂങ്ങിച്ചാകും അല്ലെങ്കിൽ ചാടും. അത് കുറേ എല്ലിൻ്റെ കൂടി അങ്ങനെ തീറ്റയും മറ്റുള്ള നമുക്ക് ഇത്തിരി സാമൂഹിക സാഹചര്യം കൂടിപ്പോയിട്ടാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ കാര്യം, നമ്മളിത് സ്കൂൾ തലം മുതൽ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. പിള്ളേർക്ക് അതായത് ഈ കോവിഡിൻ്റെ വരവോടുകൂടി പിള്ളേരുടെ നിലപാടും ആറ്റിറ്റ്യൂഡും എല്ലാം മാറിപ്പോയി. കാരണം ഓൺലൈൻ പഠനമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഇതെവിടെയും ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചൊരു വിഷയം. അതായത് എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു പഠനം ആ കുട്ടികളെ അടിച്ചേൽപ്പിച്ചത് വഴിയായിട്ട് അവർ അനാവശ്യമായ ഗെയിമുകൾ, അനാവശ്യമായ സൈറ്റുകൾ, അനാവശ്യമായ കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടിലൂടെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ആ ഒരു വലയത്തിൽ മാത്രം നിന്നുകൊണ്ട് അവരാണ് ഏറ്റവും വലിയ സുഹൃത്തുക്കളെന്ന് തെറ്റിദ്ധരിച്ച് മറ്റുള്ളവരെ നിസ്സാര കാര്യത്തിന് വേണ്ടി സ്കൂളിൽ ചെല്ലുമ്പോഴൊക്കെ തല്ലിക്കൊല്ലുന്ന ഒരു പ്രകൃതി കോവിഡിന് ശേഷം ഇങ്ങോട്ട് വന്നൊരു സംഭവമാണ്. പിന്നെ അതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു ഈ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം നമ്മളത് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയം ചർച്ച ചെയ്യുമ്പം കേരളം ഒരു സർക്കാർ ഭരിക്കുമ്പം കേന്ദ്രം ഭരിക്കുന്ന വേറൊരു സർക്കാരാണ്. അപ്പോൾ നമുക്കത് രാഷ്ട്രീയപരമായിട്ട് അതിനെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരിടത്തും എത്തത്തില്ല. നമുക്ക് വ്യക്തിപരമായിട്ട് അത് ചർച്ച ചെയ്യുകയാണെങ്കിൽ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അധ്യാപകർ വിദ്യാർത്ഥികളെ ഇപ്പോൾ പുതിയ അധ്യാപകരൊക്കെ ചില കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട്, വീഡിയോസൊക്കെ കാണുന്നുണ്ട്, കുട്ടികളെയൊക്കെ സ്വന്തം മക്കളെ പോലെയൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും അത്രത്തോളം എത്താത്ത അധ്യാപകർ ഇപ്പോഴും ഉണ്ട്. അതായത് മക്കളെപ്പോലെ കൂടെ നിർത്തി അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണെന്നൊക്കെ സ്കൂളിൽ വരുമ്പോഴൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഒരു രക്ഷകർത്താവിനെ പോലെയൊക്കെ ഇടപെടുകയും കുട്ടികളോട് എപ്പോഴും ഒരു അധ്യാപകർക്ക് ഒരു പ്രത്യേക ഒരു പങ്കുണ്ട്, നിർണായകമായ പങ്കുണ്ട്. നമ്മളെക്കാൾ പങ്ക് അവർക്കാണ്. നമ്മൾ രാവിലെ 7 മണിക്കോ അല്ലെങ്കിൽ 8 മണിക്കോ എത്രയോ മണിക്കൂർ കുട്ടികളോടെ ഉണ്ട്. നമ്മളെക്കാൾ കൂടുതൽ ചെലവഴിക്കുന്ന അധ്യാപകരുടെ അടുത്ത് അവര് വൈകിട്ടല്ലേ നമ്മുടെ അടുത്ത് വരുന്നുള്ളൂ. അല്ല നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒന്നെങ്കിൽ ഇവർ ഉറങ്ങിയിട്ടുണ്ടാവും, അല്ല നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് സമയത്ത് ഇവരെ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിന് മെയിൻ ഘടകം സ്കൂളിൽ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് അധ്യാപകരുടെ കടമയാണ്. എല്ലാം അതുപോലെ തന്നെ മാസാമാസമോ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പം ഈ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ കുട്ടികൾക്ക് പേഴ്സണലായിട്ട് ക്ലാസ് കൊടുക്കുന്ന അവരുടെ മാനസിക സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങൾ, അല്ലെങ്കിൽ മദ്യം, മയക്കുമരുന്ന്, അതിനെപ്പറ്റിയുള്ള ഒക്കെ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി ഒരു സംശയം, സിനിമകൾ ഒരു പങ്കില്ലേ? ഇപ്പോഴത്തെ സിനിമകൾക്ക് ഒരു പങ്കില്ലേ? അല്ല, അങ്ങനെ സിനിമകൾക്ക് പങ്കുണ്ടാകണമെങ്കിൽ ഇവിടുത്തെ നല്ല സിനിമ കണ്ട് എത്രയോ ആൾക്കാർ നല്ലവന്മാരായി മാറേണ്ട സമയം കഴിഞ്ഞു. വയലൻസ് സിനിമകൾക്ക് ഒരു വലിയ പങ്കുണ്ട്. ഒരിക്കലും പറയാൻ അങ്ങനെ പറയുന്നുണ്ട്, താരങ്ങൾ വരെ പറയുന്നുണ്ട്. അതെന്താണെന്നറിയോ, ഞാനൊരു സിനിമാ പ്രവർത്തകനാണ്, ഒരു സിനിമ ഞാനൊരു ആർട്ടിസ്റ്റാണ്. പക്ഷേ ഈ ഒരു ചോദ്യം ഞാൻ എടുത്ത് ഇവിടെ നിങ്ങളോട് പറയുമ്പം സിനിമകൾക്ക് പങ്കുണ്ടെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല. സിനിമയായി തന്നെ കാണും. സിനിമയായിട്ട് തന്നെ കാണും. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇപ്പം മമ്മൂട്ടി അല്ലെങ്കിൽ രജനികാന്ത് അല്ലെങ്കിൽ ലാലേട്ടൻ ഇവരൊക്കെ ഒരു ബിൽഡിങ്ങിനെ വെളിയിൽ നിർത്തി ചാടുന്ന പറഞ്ഞിട്ട് കുട്ടിയുടെ ചാടാൻ പറഞ്ഞാൽ ചാടുവോ? ചില കാര്യങ്ങൾക്ക് അവർക്ക് അറിയാം. പക്ഷെ ഈ തല്ലെന്ന് പറയുന്നതൊക്കെ അവര് ഈ പറയുന്ന പോലെ ഇപ്പൊ തല്ലുമാല എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, വയലൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പൊ ഒരു വേറൊരു പടം ഇറങ്ങി. അപ്പോ ഇങ്ങനെ ഈ സിനിമകളൊക്കെ കുട്ടികളിൽ വല്ലാത്ത ഒരു ലഹരി പോലെയാണ് പോയിരിക്കുന്നത്. അതൊരു കാരണമാണെന്ന് തന്നെയാണ്. ഇപ്പം താങ്കൾ സിനിമാ മേഖലയിൽ പണിയെടുക്കുന്ന ഒരാളായതുകൊണ്ട് മാറി പറയുന്ന ആണെങ്കിലും അല്ലെങ്കിലും താങ്കൾ ചോദിച്ച പോലെ 10 കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടില്ലല്ലോ. അപ്പോ എന്തുകൊണ്ട് ഇവർക്കിത് സിനിമയാണെന്ന് ബോധ്യമാകുന്നില്ല? അത് ബോധ്യമാകുന്നില്ല എന്നുള്ള കാരണമേ അതാണ് ഞാൻ പറഞ്ഞത്. ഈ കോവിഡിന് ശേഷം കുട്ടികളെല്ലാവരും മായിക ലോകത്താണ്. നമുക്ക് സത്യത്തിൽ ഈ ഓൺലൈൻ പഠനം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ആ സത്യത്തിൽ വേണ്ടായിരുന്നു. ഈ മൊബൈൽ എന്ന സൂത്രം കൊടുത്തതോടെ പ്രശ്നം അവിടെ മുതലാണ് പിള്ളേർക്ക് എല്ലാവർക്കും തെറ്റി തുടങ്ങിയത്. ഇന്നത്തെ എനിക്കറിയാം, എൻ്റെ ഫോണിൽ അറിയത്തില്ലാത്ത സാധനം ഇവനൊക്കെ ഒരു ഇവൻ്റെ ചേട്ടനുണ്ട്, എനിക്ക് ഇളയൊരു കുഞ്ഞുണ്ട്. അവനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. അതങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെ മെസ്സേജ് അയക്കണം, ഇന്ന ഇമോജി ഇടരുത്, ഇന്നതാണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന് അവൻ പറഞ്ഞു തരും. ചിലത് അറിവായിരിക്കാം. അതിലുപരി തന്നെ ഒരു യൂട്യൂബ് എടുത്താൽ അവന്മാർ ഇവൻ എൻ്റെ മോനാണ്, ഇവനോട് ഞാൻ എല്ലാ കാര്യം ഡിസ്കഷൻ ചെയ്യും. ഒരു അപ്പനും മകൻ എന്ന നിലയ്ക്ക് അപ്പുറം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ അടി കൊടുക്കുമ്പോൾ അടി കൊടുക്കും, എല്ലാ കാര്യം ഞാനോട് ചോദിക്കും. ഇപ്പോൾ അവനൊരു കൊച്ചിനെ ഇഷ്ടമാണെങ്കിൽ പോലും എന്നോട് പറയും, അല്ല അടുത്ത് ഞാൻ ഒരാളെ നോക്കുന്നുണ്ട്, ഞാൻ പറയും ചെയ്യില്ലടാ, അങ്ങനെ ചെയ്യരുത്, എല്ലാം പറയും. അപ്പോൾ ഇവനക്കറിയാം, ഇവനൊരു യൂട്യൂബ് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഇവനക്കറിയാം യൂട്യൂബിൽ കയറി എവിടെയെല്ലാം പോകുന്ന എനിക്ക് അറിയത്തില്ലേ? അവനെൻ്റെ മോനാ, അവനറിയാം. എത്ര ക്ലാസ്സിൽ പഠിക്കാൻ ചോദിച്ചു പറഞ്ഞു കൊടുക്കണം. എത്ര പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. എങ്ങനെയുണ്ട് സ്കൂളിൽ? ഈ പഴയതുപോലെ അല്ലല്ലോ, കൂട്ടുകാരൊക്കെ തമ്മിൽ നല്ല തല്ലും അടിയൊക്കെ അല്ലേ?
എപ്പോഴും നോക്കിയാലും അടിയല്ലേ? എന്താ പറയണേ? ഞാൻ പറയല്ല, മോൻ പറയാം. എന്താ പറയാ? അടിയൊക്കെ ഉണ്ട്. പരസ്പരം ഒരു പഴയ ചങ്ങാത്തമൊന്നുമില്ല അല്ലയോ? ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ചിലവുമായി വേറെ ആൾക്കാരെ കാണുമ്പോൾ ഇവർക്ക് ഇതെല്ലാം അറിയാവുന്നേ, മക്കൾക്ക് ഇതെല്ലാം അറിയാം. ശരിക്കും ഒരു പേടി തോന്നുന്നുണ്ട്, ഇപ്പൊ ഒരു അരക്ഷിതാവസ്ഥ തോന്നുന്നുണ്ട് അല്ലേ? പേടികളുണ്ട്. ചെറുപ്പക്കാര് കള്ളും കഞ്ചാവും ഒക്കെ എല്ലാം ഉണ്ട്. അടിച്ചിട്ട് വരുക, പൈസ ചോദിക്കുക, ബഹളമൊക്കെ വയ്ക്കുക, അങ്ങനെ നടക്കുന്നുണ്ട് സംഭവം.